അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എൻ്റെ മനസ്സിലെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമസ്കാരം. ഏതായാലും ബൈസാന്റിയം റോമക്കാരൊക്കെ പിൻവാങ്ങി, അതോടുകൂടിയിട്ട് ഇനി അവരെ പിന്തുടർന്നു പോയിട്ട് യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പിൻവാങ്ങുക എന്ന് പറഞ്ഞാൽ തോറ്റു എന്നാണല്ലോ എൻ്റെ അർത്ഥം. ആയതുകൊണ്ട് തന്നെ ഇനിയൊരു യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് നബി തിരുമേനി തീരുമാനിച്ചു. ആ പോയ ഭാഗത്ത് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാട്ടുരാജ്യങ്ങൾ എല്ലാം നബി തിരുമേനിയുമായിട്ട് സന്ധി ചെയ്തു. അവർ സമാധാന കരാറിൽ അവർ ഒപ്പുവെച്ചു, സമാധാന കരാറിൽ ഏർപ്പെട്ടു. ആയതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് നിന്നുള്ള ബൈസാന്റിയൻ പടയുടെ ഭീഷണി ഇനിയില്ലെന്ന് ഉറപ്പായി. ഇനി അതിനെക്കുറിച്ച് ഭയപ്പെടേണ്ടതില്ല. എന്നാൽ ധൂമ എന്നൊരു സ്ഥലമുണ്ട്. ധൂമ എന്ന് പറയുമ്പോൾ ധൂമത്തുൽ ജന്തൽ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. ആ പ്രദേശം ഡമാസ്കസ്, ഇന്നത്തെ ഡമാസ്കസിൽ നിന്നും മദീനയിൽ നിന്നും 7 ദിവസത്തെ യാത്ര വേണം അവിടേക്ക്. അത്രയും ദൂരമുണ്ട്. 7 ദിവസത്തെ യാത്രാ ദൂരത്തിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ധൂമ. ആ ധൂമയിലെ ക്രിസ്ത്യൻ ഭരണാധികാരി ഉഖൈദിർ ബിൻ അബ്ദുൽ മലിക്കിൻ്റെ ആ ഭാഗത്തുനിന്നുണ്ടായിരുന്ന ഒരു ആക്രമണം, അതിനെക്കുറിച്ച് ചില ആശങ്കകൾ നിലവിലുണ്ടായിരുന്നു. കാരണം എവിടെയെങ്കിലും ഒരു പഴുത് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ കൂടെ കയറുന്നത് ബൈസാന്റിയക്കാരൊക്കെ ആയിരിക്കും. എല്ലാ പഴുതും അടയ്ക്കേണ്ടതുണ്ട്. എന്നാൽ ഇങ്ങനെ ധൂമയിലുള്ള ഭരണാധികാരി ഉഖൈദിർ ബിൻ അബ്ദുൽ മലിക്ക് അദ്ദേഹം ഇതിനൊന്നും വണങ്ങിയിരുന്നില്ല. അതുകൊണ്ട് ആ ആശങ്ക കൂടി നീക്കേണ്ടതുണ്ടായിരുന്നു. ആ ഭാഗത്തു കൂടി ബൈസാന്റിയൻ പട വരികയാണെങ്കിൽ ഈ പറയുന്ന ഉഖൈദിർ അദ്ദേഹം അവരെ സഹായിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതിനാൽ അദ്ദേഹത്തിൻ്റെ അഹങ്കാരം കൂടി ഒന്ന് തീർക്കേണ്ടതുണ്ട്. 500 പേരുള്ള അശ്വഭടന്മാരുമായിട്ട് ഖലീദ് ബിൻ വലീദിനെയാണ് പ്രവാചകൻ അങ്ങോട്ട് അയച്ചത്. ആ ദൗത്യം നിർവഹിക്കാൻ അവരെ പറഞ്ഞു വിട്ടതിന് ശേഷം പ്രവാചകൻ തിരിച്ചു മദീനയിലേക്ക് പോവുകയും ചെയ്തു. സൈന്യസമേതം 30,000 പേരുള്ള സൈന്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. അതുമായിട്ട് തിരിച്ച് യുദ്ധം ഒഴിവാക്കിയിട്ട് സന്തോഷത്തോട് കൂട്ടിയിട്ട് അവർ തിരിച്ച് മദീനയിലേക്ക് പോന്നു. ധൂമരാജാവ് തൻ്റെ സഹോദരൻ ഹസ്സാൻ എന്ന് പറയുന്ന ഹസ്സാനോടൊപ്പം അന്ന് നിലാവുള്ള രാത്രിയായിരുന്നു. അന്ന് കാട്ടുപശുക്കളെ വേട്ടയാടാൻ പോയിരിക്കുകയായിരുന്നു. ആ സമയം നോക്കിയിട്ട് ഖാലിദ് അവിടെ ആക്രമണം നടത്തുകയും അതുകൊണ്ട് തന്നെ വലിയ പറയത്തക്ക ചെറുത്ത് നിൽപ്പൊന്നും അവിടെ വേണ്ടി വന്നില്ല. ചെറുത്ത് നിൽപ്പുണ്ടായില്ല. ഹസ്സാനെ ആ ഒരു ഏറ്റുമുട്ടലിൽ ഹസ്സാൻ വധിക്കപ്പെട്ടു. മാത്രമല്ല ഖലീദ് ബിൻ വലീദ് ഉഖൈദിറിനെ തടവുകാരനായിട്ട് പിടിക്കുകയും ചെയ്തു. ധൂമയുടെ കവാടം തുറന്നു തരാത്ത പക്ഷം ഉഖൈദിറിനെ ബാക്കി വയ്ക്കില്ലെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഭരണാധികാരിയെ കാത്തു സംരക്ഷിക്കണമല്ലോ. അങ്ങനെയുടെ രക്ഷയോർത്തിട്ട് കവാടങ്ങളൊക്കെ തുറക്കപ്പെട്ടു. ഖാലിദ് അവിടെ നിന്ന് 2000 കാലികളെയും 8000 ഒട്ടകങ്ങൾ, 400 ചുമട് ഗോതമ്പ്, 400
പടയങ്കികൾ, പടയ്ക്ക് ഉപയോഗിക്കുന്ന അങ്കികൾ ഇതെല്ലാം അവിടുന്ന് പിടിച്ചെടുത്തു. ഉഖൈദിറിനോടൊപ്പം ഈ സമ്പത്തുകളുമായിട്ട് മദീനയിൽ എത്തിച്ചേർന്നു. ഈ പിടിച്ചെടുത്ത സാധന സാമഗ്രികളും പിടിച്ചെടുത്ത ആളുകളും എല്ലാവരുമായിട്ട് മദീനയിൽ എത്തിച്ചേർന്നു. നബി തിരുമേനിയുടെ അഭ്യർത്ഥന മാനിച്ച് ഉഖൈദിർ കൂടുതൽ സമ്മർദ്ദത്തിനൊന്നും നിൽക്കാതെ, കൂടുതൽ സമ്മർദ്ദത്തിൻ്റെ ആവശ്യം വരാതെ തന്നെ ഉഖൈദിർ അവിടെ വെച്ച് മുസ്ലിം ആവുകയാണ് ചെയ്തത്. മാത്രമല്ല തിരുമേനിയുമായിട്ട് സഖ്യത്തിലൊരു കരാറിൽ ഏർപ്പെടുകയും ചെയ്തു. അങ്ങനെ ആ ഒരു പ്രശ്നവും ഒഴിവാക്കി കിട്ടി. നമ്മൾ നേരത്തെ പറഞ്ഞു 30,000 പേരെ സേന ഉണ്ടാക്കിയത്, അതിനെ അവിടെ നിന്ന് അനവധി മൈലുകൾ നാടിയ ദൂരമുള്ള സ്ഥലത്തേക്ക് മുന്നേറ്റം നടത്തിയതൊക്കെയും എല്ലാം വളരെ സാമ്പത്തികം സമാഹരിക്കേണ്ടി വന്നിരുന്നു. ഇല്ലാത്ത ആയുധങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടി വന്നിരുന്നു. അതുകൊണ്ട് വളരെ ദുഷ്കരമായിരുന്നു ഇത്തവണത്തെ സൈനിക മുന്നേറ്റം. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു അതിന് ദുഷ്കര സേന എന്നാണ് വിളിച്ചിരുന്നത്. അങ്ങനെ ആയിരക്കണക്കിന് ഭടന്മാരടങ്ങുന്ന ദുഷ്കര സേനയുമായിട്ട് മദീനയിലേക്കുള്ള മടക്കയാത്ര പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഒരു നിസ്സാര സംഗതി ആയിരുന്നില്ല. ഐല എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഐലയിലെയും പരിസര പ്രദേശങ്ങളിലും നാട്ടുരാജാക്കന്മാരുമായിട്ടുള്ള കരാറിൻ്റെ ആന്തരാർത്ഥം ആ സൈന്യത്തിലുള്ള ആളുകൾക്ക് തന്നെ പലർക്കും ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഈ കരാർ മുഖേന അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ അതിർത്തികൾ ശത്രുവിൻ്റെ ആക്രമണത്തിൽ നിന്ന് നിർഭയമാക്കുകയും ബൈസാൻഡിയർ അവരും തനിക്കുമിടയിൽ ആ നാടുകളെ കോട്ടകളാക്കി തീർക്കുകയും, അതാണ് നബി തിരുമേനി ചെയ്തതെങ്കിലും അതിന് അദ്ദേഹത്തിൻ്റെ തന്നെ കൂട്ടത്തിലുള്ള ആൾക്കാരും വലിയ വില കൽപ്പിച്ചില്ല. ഒട്ടേറെ വിഷമങ്ങൾ സഹിച്ചിട്ടാണ് അവരിവിടെ വന്നത്. ഒരുപാട് ദുഃഖങ്ങൾ, ഒരുപാട് ദൂരം താണ്ടി കടക്കേണ്ടി വന്നിരുന്നു അവർക്ക്. എന്നിട്ട് യുദ്ധവും ചെയ്തില്ല, യുദ്ധ മുതലുകളും കിട്ടിയില്ല. റിക്തഹസ്തരായിട്ട് ശൂന്യഹസ്തരായിട്ട് അവരൊക്കെ മടങ്ങി വരികയാണ്. യുദ്ധത്തിന് മുമ്പ് എന്തെങ്കിലും കിട്ടുമെന്ന് കരുതിയതാണ്. ഇത്രയേ അവർ കരുതിയുള്ളൂ. സൈനികർക്ക് ഇത്രയേ അവർക്ക് മനസ്സിലാക്കാനൊക്കെ സാധിച്ചുള്ളൂ. ഈ ഒരു വീക്ഷണത്തിലൂടെ മാത്രമേ സംഭവഗതികൾ, ഈ പോക്കുവരവ്, അതിനെക്കുറിച്ച് അവർക്ക് അങ്ങനെ നോക്കിക്കാണാൻ കഴിഞ്ഞുള്ളൂ. മദീനയിലിപ്പോൾ വിളവെടുക്കുന്ന സമയമാണ്. സുവർണ കാലഘട്ടമാണ്. മദീനയുടെ ഉത്സവ കാലഘട്ടമാണ്. എല്ലാ വിളവുകളും എടുത്ത് സമൃദ്ധിയുടെ മേലെ സമൃദ്ധി കൊണ്ട് സുഖിച്ച് ആനന്ദിച്ച് കഴിയാനുള്ള സന്ദർഭം. അതൊന്നും വേണ്ടെന്ന് വെച്ചിട്ടാണ് തീക്കനൽ പോലെ അറേബ്യൻ മരുഭൂമിയിലുള്ള ഏറ്റവും ചൂട് കൂടിയ സമയം, ആ സമയത്ത് തീ പെയ്യുന്ന സമയം എന്ന് പറയാം. ആ സമയത്ത് ആ കാലാവസ്ഥയിൽ ഈ മരുഭൂമികൾ മുഴുവൻ താണ്ടിക്കിടന്നതിൻ്റെ എന്തു ഗുണമാണ് ഉണ്ടായത്? വലിയ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അത് അവരറിയുന്നില്ല. കാലം തെളിയിക്കും, അത്രമാത്രം. ഏതായാലും അവർ ചിന്തിച്ചു, ഇങ്ങനെ വെറുതെ അവിടെ വരെ പോയി തിരിച്ച് വെറുതെ ഇങ്ങോട്ട് പോന്നു, എന്തൊരു നേട്ടമാണ് ഉണ്ടായത്, ഒരു വെറും യാത്ര എന്നവർ ചിന്തിച്ചു. ഒരു കൂട്ടം ആൾക്കാർ, നബി തിരുമേനിയുടെ ആൾക്കാർ തന്നെ, അനുയായികൾ തന്നെ നബി തിരുമേനിയുടെ ഈ പ്രവർത്തനത്തെ അവർ പരിഹസിക്കാനും തുടങ്ങി. ഹൃദയങ്ങളിൽ സത്യവിശ്വാസം നിറഞ്ഞു നിൽക്കുന്നവർ, അങ്ങനെയുള്ള ആളുകൾ ഇത് അറിഞ്ഞപ്പോൾ അവർക്ക് വലിയ സങ്കടമായി. അവർ ഈ കാര്യം നബി തിരുമേനി അറിയിച്ചു. ഏതായാലും പരിഹസിച്ചിട്ട് അവിടെയുള്ള ആളുകളുടെ നല്ല മനോനില തെറ്റിക്കാൻ ശ്രമിച്ച ആളുകളെ ചിലരെ രൂക്ഷമായിട്ടും ചിലരെ മാർദ്ദവമായിട്ടും കൈകാര്യം ചെയ്തുകൊണ്ട് തൻ്റെ കീഴിലുള്ള ആൾക്കാരുടെ അണികളുടെ അച്ചടക്കം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രവാചകൻ അതിന് വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്തു. വീണ്ടും മദീനയിലേക്കുള്ള യാത്ര ആരംഭിച്ചു. അവർ മദീനയിലെത്തി അധികം താമസിയാതെ തന്നെ ധാരാളം കന്നുകാലികളെയും ധാന്യത്തിൻ്റെ ചാക്കുകൾ, അങ്കികൾ,
ഒക്കെ ആയിട്ട് ഖലീദ് ബിൻ വലീദ് അവിടെ തിരിച്ചെത്തി. അദ്ദേഹത്തോടൊപ്പം തന്നെ ഖലീദ് ബിൻ വലീദിനോടൊപ്പം സ്വർണ്ണ ചിത്രങ്ങൾ കൊണ്ട് തീർത്തിട്ടുള്ള പട്ടുടുപ്പ് ധരിച്ചുകൊണ്ട് യുദ്ധത്തടവുകാരനായിട്ട് വന്ന ഉഖൈദിറിനെ കണ്ടപ്പോൾ മദീന നിവാസികൾ അപ്പോഴാണ് വിവരം മനസ്സിലായത്. അവർ വാപൊളിച്ചു പോയി. നബി തിരുമേനി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാകുമെന്ന് അവർക്ക് മനസ്സിലായി. പ്രവാചകനും സംഘവും വിജയശ്രീലാളിതരായിട്ട് മടങ്ങിയെത്തിയപ്പോൾ യുദ്ധത്തിൽ പങ്കെടുക്കാതെ നിന്നവരൊക്കെ ആകെ, യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു നിന്നവരൊക്കെ ആകെ ഇളിപ്പിലായിപ്പോയി, അവർ അസ്വസ്ഥരായിപ്പോയി. പ്രവാചകന്റെ നടപടിയെ വിമർശിച്ച ആളുകൾ, പരിഹസിച്ച ആളുകൾ, അവർക്ക് മനസ്സിലായി തങ്ങളുടെ തെറ്റ്. പിന്നെ പിന്തിരിഞ്ഞു നിന്ന ആളുകളൊക്കെ പറഞ്ഞു, അന്ന് എനിക്ക് തലവേദന ഉണ്ടായിരുന്നു, വയറിളക്കുണ്ടായിരുന്നു, അങ്ങനെ കാര്യമില്ല കാര്യങ്ങളുമായിട്ട് കുറേ ന്യായീകരണങ്ങളുമായിട്ട് പ്രവാചകനെ സമീപിച്ചു. അതിൻ്റെ മിക്കവരുടെയും ന്യായീകരണങ്ങൾ ദൈവത്തിന് വിട്ടു. നിങ്ങൾ പറഞ്ഞത് ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല, അള്ളാഹുവിനറിയാം, അവിടെ പറഞ്ഞുകൊള്ളുക എന്നും പറഞ്ഞ് അവർ ദൈവത്തിന് വിട്ടുകൊടുത്തിട്ട് അവരുടെ പ്രശ്നങ്ങൾ അവഗണിച്ചു. പക്ഷേ 3 പേര് അള്ളാഹുവിനോടും അവൻ്റെ ദൂതനോടും കൂറു പുലർത്തിക്കൊണ്ട് യാതൊരു ഒളിച്ചുകളിയും കൂടാതെ അവരുടെ തെറ്റ് തുറന്നു സമ്മതിച്ചു. കാബ് ബിൻ മാലിക്, മുറാറ ബിൻ റബി, ഹലാഖ് ബിൻ ഉമയ്യ, അവരൊക്കെയായിരുന്നു ഈ 3 പേര്. ആ 3 പേർക്ക് ശിക്ഷ കൊടുത്തു. അവരെ മുസ്ലിങ്ങൾ ബഹിഷ്കരിച്ചു. 50 ദിവസം ആ നാട്ടിൽ ആരും അവരുമായിട്ട് സംസാരിച്ചില്ല. അതായിരുന്നു ശിക്ഷ. അത് അത്രയേ ഉള്ളൂ ശിക്ഷ. ഒറ്റപ്പെടുത്തി. അവരുമായിട്ട് യാതൊരുമായിട്ടുള്ള വ്യാപാര ബന്ധവും ഉണ്ടായില്ല. എല്ലാ വ്യാപാര ബന്ധങ്ങളും അവർ വിച്ഛേദിച്ചു, നാട്ടിലുള്ളവർ വിച്ഛേദിച്ചു. അതിനുശേഷം 50 ദിവസം കഴിഞ്ഞപ്പോൾ, ആ കാലാവധി കഴിഞ്ഞ സമയത്ത് അവർ 3 വന്ന് നബി തിരുമേനിയുടെ സവിധത്തിൽ വന്ന് എല്ലാം ഏറ്റു പറഞ്ഞ് അവർ പശ്ചാത്താപം ശരിയാണെന്ന് മനസ്സിലാക്കി. അവരുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് മാപ്പരടുകയും ചെയ്തു. ഏതായാലും ഈ യുദ്ധത്തിൽ ഒരു കാര്യം മനസ്സിലാക്കി, കപട വിശ്വാസികൾ, ഉള്ളിൽ വിശ്വാസമില്ല, പുറത്ത് മാത്രം വിശ്വാസം. എല്ലാ വിശ്വാസങ്ങളും ഉള്ളിലാണ് വേണ്ടത്, ആന്തരികമായിട്ടാണ് വേണ്ടത്, ബാഹ്യമായിട്ടല്ല വേണ്ടത്. ബാഹ്യമായിട്ട് ആർക്കും എന്തും ചെയ്യാം. ഒരു മുസ്ലിം, ഞാനൊരു മുസ്ലിമാണെന്ന് പറഞ്ഞ് സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരുണ്ട്, നാടക നടന്മാർ അഭിനയിക്കുന്ന ആൾക്കാരുണ്ട്. അവർ മുസ്ലിങ്ങളായിട്ട് അഭിനയിക്കുന്നുണ്ട്, മുസ്ലിമിൻ്റെ വേഷം കിട്ടുന്നുണ്ട്, മുസ്ലിങ്ങളുടെ ഭാഷ സംസാരിക്കുന്നുണ്ട്, ഇസ്ലാം അനുശാസിക്കുന്ന കർമ്മങ്ങളെല്ലാം അവർ അഭിനയിച്ച് കാണിക്കുന്നുണ്ട്. പക്ഷെ അവർ മുസ്ലിം ആകണമെന്നില്ല. അത് ആന്തരികമാണ്. അതാണ് കപടവിശ്വാസികൾ. അവരെല്ലാം മായിക പ്രകൃതികളാണ്. ഗുരുവിൻ്റെ മുമ്പിൽ പോയിട്ട് ഗുരുവിൻ്റെ കാല് തൊട്ട് തൊഴുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഗുരു പറയും, നിങ്ങൾ തൊട്ട് തൊഴേണ്ടത് എൻ്റെ ശരീരത്തെയല്ല, ഞാൻ പറഞ്ഞ വാക്കുകളെയാണ് തൊഴുത് സ്വീകരിക്കേണ്ടത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ പടർത്തിയാണ് വേണ്ടത്, പകർത്തുകയാണ് വേണ്ടത്. കാല് തൊട്ട് വന്ദിക്കാൻ അതൊരു അഭിനയം പോലെയും കഴിയും, അതൊരു മായാ പദ്ധതിയാണ്. ആയതുകൊണ്ട് തന്നെ വിശ്വാസം എപ്പോഴും ആന്തരികമായിരിക്കണം. ഈ യുദ്ധത്തിന് തിരിച്ചു വരുന്നത് വരെ അദ്ദേഹത്തിന് ഒരുപാട് കപടവിശ്വാസികളെ കാണാൻ കഴിഞ്ഞു. അത് ഇസ്ലാമിന് ദോഷം ചെയ്യുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. വലിയൊരു മൺകലത്തിൽ ചെറിയൊരു ചോർച്ചയുണ്ടെങ്കിൽ അത് മൺകലത്തിൻ്റെ ഗുണം ചെയ്യില്ലല്ലോ. ഇതങ്ങനെയുള്ള ദ്വാരങ്ങളാണ് സമൂഹത്തിനകത്ത്. അത് കൃത്യമായിട്ടും അടച്ചു കളയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ള ചില നടപടികൾ കപടവിശ്വാസികൾക്കെതിരെ
പ്രവാചകൻ നടത്താൻ തുടങ്ങി. നടപടികൾ വളരെയധികം ശക്തിപ്പെടുത്താൻ തുടങ്ങി. കപടവിശ്വാസികൾക്കെതിരെയുള്ള നടപടികൾ. അൽഹംദുലില്ലാഹ്.